നല്ല രുചിയുള്ള ഈയൊരു വൈറ്റമിൻ D3 ടാബ് ഞാനിപ്പോൾ ഒന്ന് ചവച്ചരയ്ക്കതാണ്. ഉറപ്പാണ് എല്ലാവർക്കും വൈറ്റമിൻ D3 അളവ് കുറവാണെന്ന്. വൈറ്റമിൻ D3 അളവ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 90% ആൾക്കാർക്ക് അത് കുറവാണ്. നല്ല ശക്തമായ അസ്ഥികൾക്കും നല്ല പ്രതിരോധ ശക്തി ഉണ്ടാക്കാനും ഓവറോൾ ഹെൽത്തിനും വൈറ്റമിൻ D3 ആവശ്യമാണ്. അത് ആഴ്ചയിൽ ഒന്നാണ് ഗുളിക കഴിക്കുക. 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റ്. അത് ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് ഒരു 6 ആഴ്ച കഴിച്ച് പിന്നെ നമ്മൾ മാസത്തിൽ ഓരോന്ന് അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. അത് മതി. എന്നാൽ തന്നെ നമുക്ക് വേണ്ട ഒരു പ്രസരിപ്പും ഊർജ്ജസ്വലതയൊക്കെ തിരിച്ച് കിട്ടും. എല്ലിൻ്റെ ശക്തി കുറഞ്ഞു പോവുക, ലെവലാത്ത ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം അത് വൈറ്റമിൻ D3 കുറവുകൊണ്ടായിരിക്കും. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ D3 എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുക? മെയിനായിട്ട് സൺലൈറ്റിൽ നിന്നാണ്. രാവിലെ 10-ൻ്റെയും 3-ൻ്റെയും ഇടയ്ക്ക്. പിന്നെ മുട്ടൻ്റെ മഞ്ഞയിലുണ്ട്, ഫിഷിലുണ്ട്. പക്ഷെ അതൊക്കെ വളരെ നെഗ്ലിജിബിളാണ്. കുറവുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങി ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിലൂടെ കഴിക്കുന്നുണ്ട്. ഇത് കഴിക്കുമ്പം എന്തെങ്കിലും ഫാറ്റി ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കുന്നതാണ് വെച്ചത്. ഞാനിപ്പം കഴിച്ചത് അങ്ങനെയല്ല കേട്ടോ. നമ്മൾ റെപ്പ് കൊണ്ടുവന്നപ്പം ഉടൻ തന്നെ അതങ്ങ് കഴിച്ചു. D3 സ്റ്റാറ്റ് എന്നാണ് റെപ്പ് ഇപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അടുത്ത് കഴിച്ചു. എത്രമാത്രം അബ്സോർബ് ആവും എന്നറിയില്ല. എന്തെങ്കിലും മീനൊക്കെ കഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാറ്റി ആയിട്ടുള്ള ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള നട്ട്സ് ആൻഡ് സീഡ്സൊക്കെ കഴിച്ചിട്ടോ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്.